ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ മെമ്പേഴ്സ് ഡൽഹിയിലുള്ളവരും അതേപോലെ പഞ്ചാബിലുള്ളവർ മനസ്സിലാക്കുക, ഇവരൊന്നും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരോ നേതാക്കളോ ഒന്നുമല്ല. ഹർഭജൻ സിംഗ് ഒരു ക്രിക്കറ്ററാണ്. അയാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 50-60 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. കാരണം ക്രിക്കറ്റിൽ നിന്ന് ഔട്ടായി. അന്ന് രാജ്യസഭ MP ആകട്ടെ. കാരണം എല്ലാവർക്കും ഈ ലോക്കൽ ഫണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയാൻ ഏകദേശം 5 കോടിയോളം കിട്ടും. അപ്പം അതിനകത്ത് ഇവർ പലയിടത്തും ഈ വർക്ക് വീതിച്ച് നൽകുന്നതിന് 15-20% കട്ട് കിട്ടും. അപ്പം അതിൽ നിന്ന് ഈ പൈസ കിട്ടും, ഇതങ്ങ് മുതലാക്കാം. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഈ കേജ്രിവാളിൻ്റെ പാർട്ടിക്ക് ഫണ്ട് കിട്ടുകയും ചെയ്തു. ഈ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ, അതായത് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ മെമ്പേഴ്സായിട്ട് വന്ന എല്ലാവരും പണം കൊടുത്തിട്ടാണ്, അതായത് ആം ആദ്മി പാർട്ടിക്ക് പണം കൊടുത്തിട്ടാണ് ഇവരെല്ലാം രാജ്യസഭാ മെമ്പേഴ്സ് ആയേക്കുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. പണം കൊടുത്ത് രാജ്യസഭാ മെമ്പറായിട്ട് വരുന്ന പല ബിസിനസ്സുകാർക്കും മനസ്സിലാക്കുക, ഇവർക്ക് ഗവൺമെൻറ്റുകളെ പേടിയാണ്. കാരണം ഇവരൊക്കെ ബിസിനസ്സുകാരായിരിക്കാം, ഫിലന്ത്രോപ്പിസ്റ്റ് ആയിരിക്കാം, ചാരിറ്റി ചെയ്യുന്നവരായിരിക്കാം. ഇന്ത്യയിലെ ഒരു ബിസിനസ്സുകാരൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒരു പരിധി കൂടുതൽ മേപ്പോട്ട് ബിസിനസ് നടത്തണം എന്നുണ്ടെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും വേണം. ടാക്സ് വെട്ടിപ്പോ, ആ വെട്ടിപ്പ്, ഈ വെട്ടിപ്പ്, 100ഓളം വെട്ടിപ്പ് നടത്താതെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിനിവർക്ക് പൊളിറ്റിക്കൽ ക്ലൗട്ട് വേണം, 100%. ഈ പറയുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു, അവർ വളരെ സേഫായി. അപ്പോൾ ഇവർ പണം കൊടുത്തു, ഇവരായി. അവർ ഡൽഹിയിൽ വന്നു. ഈ വന്നു കഴിയുമ്പം BJP ആണ് ഭരണത്തിലിരിക്കുന്നത്. BJP ഭരണത്തിലിരിക്കുമ്പോൾ ഇവർക്കെല്ലാം പേടിയാണ് BJPയുടെ EDM CBIയും. കാരണം ഇവന്മാരെല്ലാം കള്ളന്മാരാണ്, കച്ചവടക്കാരാണെങ്കിലും. പിന്നെ ഇവരുടെ ലക്ഷ്യം എന്തുവാ? സേഫായിട്ട് പോകണം, അവരുടെ സാമ്രാജ്യം കുലുങ്ങരുത്. അപ്പം ഏറ്റവും നല്ലത് BJPയിലോട്ടങ്ങ് പോവുക. മനസ്സിലാക്കുക, 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറായിട്ട് അശോക് മിട്ടലിനെ നിയമിക്കുന്നു. 3-ാമത്തെ ദിവസം അയാളുടെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നു. 3-ാമത്തെ ദിവസമാണ് റെയ്ഡ് നടക്കുന്നത്. 4-ാമത്തെ ദിവസം അയാൾ BJPയിൽ ജോയിൻ ചെയ്തു. എത്ര പെട്ടെന്ന് ഈ സംഭവങ്ങൾ മാറുന്നത്. ഇതേപോലെയുള്ള BJPയുടെ ഈ ആം ആദ്മി പാർട്ടിയുടെ ബിസിനസ്സുകാരായിട്ട് വന്ന എല്ലാ നേതാക്കളും ഇതേപോലെയുള്ള പല എൻക്വയറി വന്നു കഴിഞ്ഞാൽ അകത്ത് പോകുമെന്നറിയാം. ഇത് കയറി ഫ്രീസ് ചെയ്യുമെന്നറിയാം. ഇവരുടെ പണം പിടിച്ചെടുക്കുമെന്നറിയാം. ഇതിനെപ്പറ്റി എൻക്വയറി നടക്കുമെന്നറിയാം. അതുകൊണ്ട് വളരെ സേഫായിട്ട് കളിച്ച ഗെയിമാണ്. അങ്ങോട്ടങ്ങ് പോവുക.